ഭാരതത്തിനെതിരായ സൈബർ ആക്രമണങ്ങളെ ഒരു സാധാരണക്കാരന് ചെറുക്കാൻ സാധിക്കുമോ? ധാരാളം പേര് നിങ്ങളോടും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. അതായത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, വീഡിയോ കണ്ടു, വാർത്ത കണ്ടു, കുറിപ്പ് കണ്ടു, പത്രത്തിൽ ഫോട്ടോ കണ്ടു, പത്രത്തിൽ വായിച്ചു. ഇതൊക്കെ ഇന്ത്യക്കെതിരല്ലേ, ഭാരതത്തിനെതിരല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ? നമുക്ക് പ്രതികരിക്കണ്ടേ? ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ച് താങ്കളുടെ തന്നെ പല സുഹൃത്തുക്കളും താങ്കളെ വിളിച്ചിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും. അതായത് ഇതൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, വായിക്കുമ്പോഴും അറിയുമ്പോഴും ആത്മരോഷമുണ്ടാവുക എന്നുള്ളത് ദേശസ്നേഹമുള്ള ഏതൊരു ഭാരതീയൻ്റെയും ഒരു വികാരമാണ്. അപ്പോൾ തോന്നും നമുക്ക് എന്തെങ്കിലും ചെയ്യണം. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിവുള്ള ആരെയെങ്കിലും വിളിക്കും. എന്നിട്ട് പറയും, ഞങ്ങൾ ഇങ്ങനെ കണ്ടു, അത് സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടിയതാണ്, പത്രത്തിൽ വായിച്ചതാണ്, ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് അടുത്ത ആളിനെ ചുമതലപ്പെടുത്തി. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഇവിടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് അതിന് പ്രതികരിക്കാൻ സാധിക്കും. അതെങ്ങനെ? അപ്പോൾ ഏതൊക്കെ കാര്യത്തിലാണ് പ്രതികരിക്കാൻ കഴിയുക? എങ്ങനെയാണ് പ്രതികരിക്കുക? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത്, ഒരു ആളിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ആണെന്ന് ഉള്ള മട്ടിൽ ഒരു രാജ്യത്തിനെതിരെ എവിടം വരെ പോകാം, എത്രയൊക്കെ സംസാരിക്കാം, ഇത് കൃത്യമായിട്ട് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 152 അതുകൊണ്ട് നമുക്ക് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 152 ഒന്ന് വായിച്ച് കേൾക്കാം. അപ്പോൾ മനസ്സിലാകും നമ്മൾ എങ്ങനെയാണ് രാജ്യദ്രോഹികളോട് പ്രതികരിക്കേണ്ടത്, എന്തൊക്കെയാണ് രാജ്യദ്രോഹം, ഏത് തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെയാണ് രാജ്യവിരുദ്ധമായ പ്രചരണത്തിന്റെ നിർവചനത്തിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 152 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മനഃപൂർവമായി, അറിവോടെ, വാക്കുകളിലൂടെയോ എഴുത്തിലൂടെയോ അടയാളങ്ങളിലൂടെയോ ദൃശ്യ സംവിധാനങ്ങളിലൂടെയോ ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനങ്ങളിലൂടെയോ സാമ്പത്തികം ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ വിഘടനത്തെയോ സായുധ കലാപത്തെയോ അട്ടിമറി പ്രവർത്തനങ്ങളെയോ ഉത്തേജിപ്പിക്കുകയോ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയോ വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് വഴി ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത എന്നിവയെ അപകടപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിന് പ്രചോദകമാവുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ജീവപര്യന്തം തടവോ 7 വർഷം തടവോ പിഴയോ ലഭിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏതു ചെയ്താലും അത് കുറ്റകരമാണ്, അതിന് കിട്ടുന്ന ശിക്ഷയുമാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്. ഇനി ഇതേ സെക്ഷനിൽ തന്നെ ഇതിൽ നിന്ന് ഒഴിവാകുന്ന ഭാഗങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: വകുപ്പ് 152 പറയുന്ന പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരുകയോ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രം അവയിൽ മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാരിൻ്റെ നടപടികളോടോ ഭരണപരമായ മറ്റ് നടപടികളോടോ വിയോജിപ്പ് മാത്രം പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ഈ 152 വകുപ്പിന് കീഴിലുള്ള കുറ്റകൃത്യമായി കണക്കാക്കുകയില്ല. അതായത് ഒരു രാജ്യമോ ഭരണാധികാരിയോ എടുത്തിരിക്കുന്നതായ നിലപാടുകളോ പോളിസികളോ നിയമപരമായി തിരുത്താൻ വേണ്ടി നിയമപരമായ മാർഗങ്ങളിലൂടെ ചെയ്യുന്ന വിമർശനങ്ങൾ കുറ്റകരമല്ല. എന്നാൽ അതല്ലാത്തതെല്ലാം കുറ്റകരമാണ് എന്ന് വ്യക്തം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു വന്നിരിക്കട്ടെ. അതായത് രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുക, നമ്മുടെ ഗവൺമെൻറ്റിനെ, പട്ടാളത്തെ, ഇതിനെയൊക്കെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുക, രാജ്യ താല്പര്യങ്ങളെ ഹരിക്കുക, ശത്രു രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുക, നമ്മുടെ രാജ്യം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുക, അല്ലെങ്കിൽ ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ച സെക്ഷൻ 152 കീഴിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇത് കുറ്റകരം തന്നെയാണ്, തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് രാജ്യസ്നേഹമുള്ള ഒരാളാണെങ്കിൽ എന്തു ചെയ്യണം എന്ന് ഞാൻ വ്യക്തമായി പറയാം. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി: നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക. ആ പരാതിയിൽ നമ്മൾ കണ്ടതും കേട്ടതും വായിച്ചറിഞ്ഞതും ആയിട്ടുള്ള വാർത്തകളും ഫോട്ടോകളും ന്യൂസുകളും എല്ലാം ഉൾപ്പെടുത്താം. അതിൻ്റെ കോപ്പി സഹിതം നമുക്കിത് കൊടുക്കാം. അങ്ങനെ കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകണ്ടേ? അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ഇമെയിൽ ID നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. ആ ഇമെയിൽ ID യിലേക്ക് നിങ്ങളൊരു പരാതി അയച്ചാൽ മാത്രം മതി.
ആ പരാതിയുടെ കൂടെ നിങ്ങൾ കണ്ടതും കേട്ടതും വായിച്ചതും അറിഞ്ഞതുമായ കാര്യത്തിൻ്റെ ഫോട്ടോയോ വീഡിയോയോ കുറിപ്പുകളോ കോപ്പി ഉണ്ടെങ്കിൽ ആ കോപ്പിയും കൂടി ചേർത്ത് വയ്ക്കുക. നിങ്ങളുടെ ചുമതല കഴിഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ വേറൊരാൾ എന്നോട് ചോദിച്ചു, അല്ല സാർ, നമ്മളിതൊക്കെ ചെയ്തു എന്ന് കരുതി വല്ല ഫലവും ഉണ്ടോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് രാഹുൽ ഗാന്ധിക്ക് എതിരായ കേസ്. ആ കേസിനെ കുറിച്ച് ഞാൻ പറയാം. സവർക്കർ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ ജോഡോ യാത്രക്കിടയിൽ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൻ്റെ തെളിവ് സഹിതം ഒരാൾ കോടതിയിൽ പരാതി കൊടുത്തു. സെക്ഷൻ 153A എനിമിറ്റി എന്ന് പറയുന്ന ശത്രുത വളർത്തുക എന്ന ആ സെക്ഷനും സെക്ഷൻ 505 പബ്ലിക് മിസ്ചീഫ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ആ സെക്ഷനും ചേർത്തിട്ടാണ് കേസ് കൊടുത്തത്. ഇതിൽ രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയിലെ അതിപ്രഗത്ഭന്മാരായ വമ്പൻ വക്കീലന്മാരാണ് വന്നത്. അഡ്വക്കേറ്റ് മനു അഭിഷേക് സിംഗ്വി, അഡ്വക്കേറ്റ് എസ് പ്രസന്ന എന്നിവർ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാദിച്ചു. സുപ്രീം കോടതിയിൽ ഈ കേസ് കേട്ടത് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് മൻമോഹൻ എന്നിവരാണ്. അതിനുശേഷം അവർ കൃത്യമായി പറഞ്ഞ കാര്യം, ദിസ് ഈസ് നോട്ട് ദ വേ ടു ട്രീറ്റ് അവർ ഫ്രീഡം ഫൈറ്റേഴ്സ്. ഇങ്ങനെയല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളോട് പെരുമാറേണ്ടത്. ദേ ഹാവ് ഗിവൺ അസ് ഫ്രീഡം. അവർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരാണ് എന്ന് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ജസ്റ്റിസ് ദീപാങ്കർ മേത്ത പറഞ്ഞത്, ഹിസ് സ്റ്റേറ്റ്മെന്റ്സ് വുഡ് പ്രൊമോട്ട് അതർ ടു മേക്ക് സിമിലർ റിമാർക്സ് എഗനസ്റ്റ് അതർ ഫ്രീഡം ഫൈറ്റേഴ്സ്. രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പരാമർശങ്ങൾ മറ്റുള്ളവർക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപകീർത്തിപ്പെടുത്തുന്നതിന് പ്രേരകമായി തീരും. എന്നിട്ട് അവസാനം സുപ്രീം കോടതി പറഞ്ഞത്, മേലാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ ഞങ്ങൾ സ്വമേധയാ കേസെടുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും എന്ന് താക്കീത് കൊടുത്താണ് രാഹുൽ ഗാന്ധിയെ കോടതിയിൽ നിന്നും വിട്ടയച്ചത്. അപ്പോൾ നമ്മൾ പരാതിപ്പെട്ടാൽ എത്ര വലിയവനാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് വ്യക്തമായില്ലേ? അപ്പോൾ രാജ്യസ്നേഹമുള്ള ഏതൊരാളും രാജ്യത്തിനെതിരായുള്ള നീക്കങ്ങളെക്കുറിച്ച് കാണുമ്പോൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. അതിന് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടത് പോലുമില്ല. നിങ്ങൾക്കും ഇമെയിലിൽ പരാതി അയക്കാം. അതാണ് ദേശസ്നേഹമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു.